ചെമ്പഴന്തി SN കോളേജിൽ അധ്യാപകനെ വിദ്യാർത്ഥികൾ മർദ്ദിച്ചെന്ന പരാതി. ഇരുചക്രവാഹനത്തിൽ 4 പേർ യാത്ര ചെയ്തത് ചോദ്യം ചെയ്തതിനാണ് മർദ്ദനമെന്നാണ് പരാതി. കെമിസ്ട്രി വിഭാഗം അധ്യാപകൻ ഡോക്ടർ ആർ ബിജുവിനാണ് മർദ്ദനമേറ്റത്. ആദ്യം പ്രതികരണത്തിലേക്ക്. ഞാൻ കോളേജിൽ നിന്ന് 3:45 ഞാൻ ഇറങ്ങി. അപ്പൊ എനിക്ക് എന്റെ മോളെ വിളിക്കാൻ സ്കൂളിലോട്ട് പോകണമായിരുന്നു. അങ്ങനെ ഇറങ്ങിയ സമയത്താണ് ഈ 4 പേര് ചേർന്ന ഒരു സ്കൂട്ടറിൽ കോളേജിലോട്ട് കയറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജിന്റെ നമ്മള് മെയിൻ കോളേജ് ഏതാണ്ട് ഹോസ്റ്റൽ കഴിഞ്ഞെത്തി സ്റ്റുഡൻസ് 4 പേരും കൂടെ ഒരു സ്കൂട്ടർ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്റെ കാറ് നിർത്തിയിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾ 4 പേരുമായിട്ടാണ് വരുന്നത്? അപ്പം ഈ 2 പേര് ഇറങ്ങാൻ പറഞ്ഞു. അപ്പൊ അതിനകത്ത് ഫ്രണ്ടിൽ ആദ്യം ഓടിച്ചോണ്ടിരുന്ന പയ്യൻ പറഞ്ഞു, ഇതിൽ ഇറങ്ങുന്നത് ഇവിടെ വല്ല എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഓൾറെഡി നമ്മള് ക്യാമ്പസിൽ വണ്ടി കയറ്റാൻ പാടില്ലെന്ന് ഇവിടെ നിയമം ഉണ്ടല്ലോ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഒന്ന് കാണിക്കെന്നും പറഞ്ഞിട്ട് എന്നെ തട്ടിക്കയറി എന്റെ കാറിലോട്ട് ഇവൻ കൈ കൊണ്ട് ഇങ്ങനെ അടിക്കാൻ വേണ്ടി വന്നു. മാത്രമല്ല വേറെ കുറച്ച് 2-3 സ്റ്റുഡൻസ് വേറെ വന്നിട്ട് എന്നെ അടിച്ചു. എന്റെ എന്താണ് കാലിലിട്ട് ചവിട്ടുകയൊക്കെ ചെയ്തു ഒരു പയ്യൻ. അതെ എന്നിട്ട് എന്നെ പിടിച്ച് തള്ളയൊക്കെ ചെയ്തു. ജിബിൻ ജെബിയുടെ വിശദാംശങ്ങളുമായി. ജിബിൻ, അധ്യാപകൻ ജിബിനുമായി നടത്തിയ ഫോൺ സംഭാഷണമാണല്ലോ നമ്മളിപ്പോൾ കേട്ടത്. കുട്ടികൾക്ക് അധ്യാപകനെന്നൊന്നും തരംതിരിവില്ലാതെ ഇത്തരത്തിലുള്ള ക്രൂരമായ ആക്രമണം അദ്ദേഹം പറയുന്നതിൽ നിന്ന് മനസ്സിലാകുന്നത് ക്രൂരമായ രീതിയിലുള്ള ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ്. എന്തൊക്കെയാണ് കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? അനശ്വര, ഇന്ന് വൈകുന്നേരം ഏകദേശം 3:45 കൂടിയാണ് തിരുവനന്തപുരം SN കോളേജ് ചെമ്പഴന്തിയിൽ ഇത്തരത്തിലൊരു ആക്രമണം നടക്കുന്നത്. കോളേജ് വിട്ടതിന് ശേഷം അധ്യാപകൻ തൻ്റെ മകളെ വിളിക്കുന്നതിന് വേണ്ടി പുറത്തേക്ക് പോയ സമയത്താണ് കോളേജിലേക്ക് 4 വിദ്യാർത്ഥികൾ ഒറ്റ ഇരുചക്ര വാഹനത്തിൽ കയറി വരുന്നത് കണ്ടത്. ഉടൻ തന്നെ അധ്യാപകൻ അത് തടഞ്ഞുകൊണ്ട് 2 പേർ വാഹനത്തിൽ നിന്ന് ഇറങ്ങണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. ആ സമയത്താണ് അങ്ങനെ ഒരു നിയമം ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അധ്യാപകന് നേരെ വിദ്യാർത്ഥികൾ പാഞ്ഞെത്തിയത്. നിലവിൽ ഈ കോളേജിൽ തന്നെ കോളേജ് ക്യാമ്പസിനകത്തേക്ക് വാഹനങ്ങൾ കയറ്റാൻ പാടില്ല എന്നുള്ളൊരു നിയമം ഈ കോളേജിൽ ഉണ്ടായിരുന്നു. അതുകൂടാതെയാണ് ഒറ്റ വാഹനത്തിൽ തന്നെ ഈ 4 പേരും യാത്ര ചെയ്തെത്തിയത്. ഇത് മാത്രമാണ് ഈ അധ്യാപകൻ ചോദ്യം ചെയ്തത് എന്നാണ് ഇപ്പോൾ അധ്യാപകൻ പ്രിൻസിപ്പലിന് നൽകിയ പരാതിയിൽ പറയുന്നത്. ഈ അധ്യാപകൻ ഈ കുട്ടികളോട് ഇതിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞ സമയത്ത് ഇതിലുണ്ടായിരുന്ന 4 വിദ്യാർത്ഥികളും അധ്യാപകൻ സഞ്ചരിച്ചിരുന്ന കാറിൽ അധ്യാപകനും മറ്റ് അധ്യാപകരും സഞ്ചരിച്ചിരുന്ന കാറിനടുത്തേക്ക് എത്തുകയും അധ്യാപകന് നേരെ അസഭ്യവർഷം നടത്തുകയും ഉണ്ടായി. തുടർന്ന് അധ്യാപകൻ പുറത്തിറങ്ങിയ സമയത്താണ് അധ്യാപകന് നേരെ വിദ്യാർത്ഥികൾ അക്രമം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അധ്യാപകൻ കോളേജ് പ്രിൻസിപ്പലിന് നൽകിയ പരാതിയിൽ പറയുന്നത്, മുൻപും ഈ കോളേജിൽ സമാന രീതിയിൽ അധ്യാപകർക്ക് മറ്റ് ജീവനക്കാർക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് ഈ വിദ്യാർത്ഥികൾക്കും പ്രചോദനമായതെന്നും തന്നോട് ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥികൾ ഈ രീതിയിൽ പെരുമാറാൻ കാരണവും മുൻപ് കോളേജിൽ നടന്ന സമാന ആക്രമണങ്ങൾ വിദ്യാർത്ഥികൾ ഒരു പ്രചോദനമായി എടുത്തത് കൊണ്ടാണ് എന്നുള്ളൊരു പരാതിയും കൂടി അപ്പോൾ അധ്യാപകൻ ഈ പ്രിൻസിപ്പലിന് സമർപ്പിച്ച പരാതിയിൽ പറയുന്നുണ്ട്. എന്തായാലും ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ SN കോളേജ് ചെമ്പഴന്തിയിൽ നടന്നിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അൻഷുര. ജിബിൻ, ഈ അധ്യാപകൻ പ്രിൻസിപ്പലിനാണ് പരാതി നൽകിയതെന്ന് മനസ്സിലാക്കുന്നു. പോലീസുമായി ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ പോലീസ് കേസുമായി അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് അധ്യാപകൻ കടക്കുന്നുണ്ടോ? അനശ്വര, അധ്യാപകനോട് സംസാരിച്ചതിൽ നിന്ന് നമുക്ക് വ്യക്തമായത് അധ്യാപകൻ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. ഡോക്ടർ ആർ ബിജു എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹത്തിനെ ഈ മർദ്ദിച്ചു എന്ന് പറയപ്പെടുന്ന വിദ്യാർത്ഥികൾ 4 പേരും കോളേജിലെ തന്നെ ഗണിതശാസ്ത്ര വിദ്യാർത്ഥികൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അധ്യാപകൻ പറഞ്ഞത്, കോളേജിൽ ഇത്തരത്തിലൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ പ്രോട്ടോകോൾ പ്രകാരം അധ്യാപകന് ആദ്യം പ്രിൻസിപ്പലിനാണ് ഈ പരാതി കൈമാറാനുള്ള അവകാശമുള്ളത്. തുടർന്ന് ഈ അധ്യാപകൻ നൽകിയ പരാതി പ്രിൻസിപ്പൽ പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും പ്രിൻസിപ്പൽ പോലീസിന് നൽകുക എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അതായത് പ്രോട്ടോകോൾ ഉണ്ട്. ഒരു അധ്യാപകന് കോളേജിൽ വെച്ച് ഇത്തരത്തിൽ എന്തെങ്കിലും മർദ്ദനമേൽക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുകയോ ചെയ്തു കഴിഞ്ഞാൽ ആദ്യം പരാതി നൽകേണ്ടത് കോളേജ് പ്രിൻസിപ്പലിനാണ്. തുടർന്ന് ആ പ്രിൻസിപ്പളാവണം ഈ പോലീസിന് പരാതി നൽകേണ്ടത് എന്നുള്ള ഒരു പ്രോട്ടോകോൾ ഉണ്ട് എന്നാണ് അധ്യാപകൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അധ്യാപകൻ ഈ സംഭവം നടന്ന ഉടൻ തന്നെ പ്രിൻസിപ്പലിന് പരാതി നൽകിയിട്ടുണ്ട്. പ്രിൻസിപ്പൽ തുടർന്ന് ഈ പരാതി പോലീസിന് നൽകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന അനുസരിച്ച്. കാരണം അധ്യാപകന് നേരെ അസഭ്യവർഷം മാത്രമല്ല, അധ്യാപകന് നേരെ കയ്യേറ്റം നടന്നിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് അധ്യാപകനോട് സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാകും. ഇദ്ദേഹം വാഹനത്തിൽ കാറിൽ പുറത്തേക്ക് പോകുന്ന സമയത്താണ് ഈ 4 വിദ്യാർത്ഥികളും ഈ 4 വിദ്യാർത്ഥികൾ ഒറ്റ വാഹനത്തിൽ കയറി വന്നത് തടഞ്ഞതും. ശരി, ജിബിൻ ജെബിയാണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രിൻസിപ്പലിന് പരാതി കൈമാറിയിട്ടുണ്ട്. ഇനി വരും നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും.